ഹായ് ഫ്രണ്ട്സ്, ഞാൻ എടുക്കാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഇൻ്റർനാഷണലൈസേഷൻ, അതിൻ്റെ സ്റ്റേജസ്. ഇതിൽ 5 സ്റ്റേജസ് ആണ് വരുന്നത്. പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ, പിന്നെ ഇൻ്റർനാഷണൽ ഓറിയൻറ്റേഷൻ, ഇതിൽ 4 പോയിന്റ്സ് വരുന്നുണ്ട്. പിന്നെ മൾട്ടിനാഷണൽ കമ്പനീസ്, അതായത് MNC, പിന്നെ ഫീച്ചേഴ്സ് ഓഫ് MNCs, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് MNCs, ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ഫോർ ദി ഗ്രോത്ത് ഓഫ് MNCs. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. What is internationalization? Internationalization is a designing of the products that it should meet the needs of users in many countries. അതായത് ഇന്റർനാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ മെനി കൺട്രീസിലെ യൂസേഴ്സിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്ട്സിനെ ഡിസൈൻ ചെയ്യുന്നതിനെയാണ് ഇന്റർനാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ. അതിൽ 5 പോയിന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡൊമസ്റ്റിക് കമ്പനി, സെക്കൻഡ് ഇൻ്റർനാഷണൽ കമ്പനി, തേർഡ് മൾട്ടിനാഷണൽ കമ്പനി, ഫോർത്ത് ഗ്ലോബൽ കമ്പനി, ഫിഫ്ത്ത് ട്രാൻസ്നാഷണൽ കമ്പനി. Domestic company. Domestic company limits its operation mission and vision to the national political boundaries. അതായത് നാഷണൽ പൊളിറ്റിക്കൽ ബൗണ്ടറിക്കുള്ളിൽ ഓപ്പറേഷനും മിഷനും വിഷനും നടത്തുന്ന കമ്പനികളെയാണ് ഡൊമസ്റ്റിക് കമ്പനികൾ എന്ന് പറയുന്നത്. ദിസ് കമ്പനി ഫോക്കസ് ഇറ്റ്സ് വ്യൂ ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഡൊമസ്റ്റിക് സപ്ലൈയേഴ്സ്, ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ കമ്പനീസ് ആൻഡ് ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ്. ഈ കമ്പനി ഫോക്കസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റികളെയും ഡൊമസ്റ്റിക് സപ്ലൈയേഴ്സും ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സും ആൻഡ് ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ കമ്പനീസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മോസ്റ്റ് ഇന്റർനാഷണൽ കമ്പനീസ് ഹാവ് ദ ഒറിജിൻ ആസ് എ ഡൊമസ്റ്റിക് കമ്പനീസ്. കൂടുതലും ഇന്റർനാഷണൽ കമ്പനികളും ഉത്ഭവിക്കുന്നത് ഡൊമസ്റ്റിക് കമ്പനികളിൽ നിന്നാണ്. ദിസ് കമ്പനീസ് ഫോക്കസ് ഓൺ ഡൊമസ്റ്റിക് ഓപ്പർച്യൂണിറ്റീസ് ഓൺലി. ഈ കമ്പനി ഫോക്കസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് ഓപ്പർച്യൂണിറ്റികൾ മാത്രമാണ്. അടുത്തതാണ് ഇന്റർനാഷണൽ കമ്പനി. An international company is an organization that has business operations in several markets across the globe. The company may have its headquarters in one central location, but it has subsidiary offices in each of the country it operates in. അതായത് ഇന്റർനാഷണൽ കമ്പനി എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള നിരവധി മാർക്കറ്റുകളിൽ ബിസിനസ് നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ കമ്പനി എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ ലൊക്കേഷനിലെ ഈ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിരിക്കും. എന്നാൽ അത് പ്രവർത്തിക്കുന്ന ഓരോ രാജ്യങ്ങളിലും അതിന് സബ്സിഡിയറി ഓഫീസേഴ്സും ഉണ്ടായിരിക്കും. അതിനെയാണ് ഇന്റർനാഷണൽ കമ്പനി എന്ന് പറയുന്നത്. Multinational company. Large corporations have investments and business in a number of countries known by various names such as multinational corporation, international corporations and global corporations. ഇന്റർനാഷണൽ കമ്പനീസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കൺട്രീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും ബിസിനസ്സും നടത്തുന്ന ലാർജ് കോർപ്പറേഷനെയാണ് മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്നത്. അത് വാരിയസ് നെയിംസിൽ അറിയപ്പെടുന്നുണ്ട്. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, ഇന്റർനാഷണൽ കോർപ്പറേഷൻസ് ആൻഡ് ഗ്ലോബൽ കോർപ്പറേഷൻസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. Global company. Global company produce in home country or single country and focus on marketing these products globally, or produce the products globally and focus on marketing these products domestically. അതായത് ഗ്ലോബൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഹോം കൺട്രിയിലും സിംഗിൾ കൺട്രിയിലും ആയിരിക്കും പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ അതിൻ്റെ മാർക്കറ്റിങ്ങിന് ഫോക്കസ് ചെയ്യുന്നത് ഗ്ലോബലി ആയിരിക്കും. അല്ലെങ്കിൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലോബലി, അതിൻ്റെ മാർക്കറ്റിങ്ങിന് ഫോക്കസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക്കലി ആയിരിക്കും. ലാസ്റ്റ് സ്റ്റേജ് ആണ് ട്രാൻസ്നാഷണൽ കമ്പനി. ട്രാൻസ്നാഷണൽ കമ്പനി പ്രൊഡ്യൂസ്, മാർക്കറ്റ്, ഇൻവെസ്റ്റ് ആൻഡ് ഓപ്പറേറ്റ്സ് അക്രോസ് ദി വേൾഡ്. ട്രാൻസ്നാഷണൽ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതും മാർക്കറ്റ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും വേൾഡിലായിരിക്കും. ട്രാൻസ്നാഷണൽ കമ്പനി ഡു നോട്ട് ഹാവ് സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിനൊരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കില്ല. ട്രാൻസ്നാഷണൽ കമ്പനി ഡു നോട്ട് ഹാവ് സബ്സിഡിയറീസ്. അതിനൊരു സബ്സിഡിയറീസ് ഉണ്ടായിരിക്കില്ല. It has an integrated global enterprises that links global resources with the global market at profit. അതായത് അതൊരു ഇൻ്റഗ്രേറ്റഡ് എൻ്റർപ്രൈസസ് ആണ്. അത് ഗ്ലോബൽ റിസോഴ്സസിനെ പ്രോഫിറ്റോട് കൂടിയിട്ട് ഗ്ലോബൽ മാർക്കറ്റുമായി ബന്ധിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൊയോട്ട, ഹോണ്ട എക്സെട്ര.
അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ്റെ ഗുണങ്ങളാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഫാസ്റ്റർ ഗ്രോത്ത്. ഇത് പെട്ടെന്ന് വളർച്ച ഉണ്ടായിരിക്കും. സെക്കൻഡ്, വൈഡർ മാർക്കറ്റ്. ഒരു വൈഡർ മാർക്കറ്റാണ് ഇതിനുള്ളത്. കാരണം ഇത് വേൾഡ് വൈഡ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു വൈഡർ മാർക്കറ്റ് ആയിരിക്കും. തേർഡ്, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഒക്കെ ഒപ്റ്റിമൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫോർത്ത്, എഫക്റ്റ് ഓൺ പെർഫോമൻസ് ഓഫ് ദി എൻ്റർപ്രൈസസിൻ്റെ പെർഫോമൻസിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത്, ജോബ് ക്രിയേഷൻ. ഒരുപാട് ജോബ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സിക്സ്ത്, അട്രാക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പുതിയ സംരംഭത്തിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആളുകളെ ഇത് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സെവൻത്ത്, ന്യൂ ടെക്നോളജി ആൻഡ് മെറ്റീരിയൽസ്. പുതിയ ടെക്നോളജീസും മെറ്റീരിയൽസൊക്കെ ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ. അതിൽ ഫസ്റ്റ് വൺ ഈസ് കൾച്ചർ ഐഡൻറ്റിഫിക്കേഷൻ ഇഷ്യൂസ്. അതായത് ഡിഫറെൻറ്റ് കൺട്രീസിലെ കൾച്ചേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും. സെക്കൻഡ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ്. ഡിഫറെൻറ്റ് കൺട്രീസിലെ പൊളിറ്റിക്കൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടായിരിക്കും. തേർഡ്, താരിഫ്, കോട്ട, ട്രേഡ് ബാരിയർസ്. അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്നതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഫോർത്ത്, എൻട്രി റിക്വയർമെൻറ്റ്സ്. ഇതിലേക്ക് എൻട്രി ചെയ്യാൻ, ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതാണ് ഇൻ്റർനാഷണൽ ഓറിയൻറ്റേഷൻ. ദ അനാലിസിസ് പ്രൊവൈഡഡ് ബൈ ദി ഡഗ്ലസ് വിൻഡ് ആൻഡ് പെർമ്യൂട്ടർ വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ദി മോഡിഫൈഡ് ഇയാജ് സ്കീം. മോഡിഫൈഡ് ഇയാജ് സ്കീമിനോട് കൂടിയിട്ട് പെർമ്യൂട്ടറും ഡഗ്ലസ് വിൻഡും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണിത്. ഈസ് ഹെൽപ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ലെവൽ ഓഫ് ഇൻവോൾവ്മെൻറ്റ്സ് ഓഫ് ഫേം ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ ഫേമിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ലെവൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ദിസ് 4 ഓറിയൻറ്റേഷൻസ് ആർ. 4 ഓറിയൻറ്റേഷൻസ് ആണുള്ളത്. എത്നോസെൻട്രിസം, പോളിസെൻട്രിസം, ജിയോസെൻട്രിസം ആൻഡ് റീജിയോസെൻട്രിസം. Ethnocentric orientation. The term ethnocentric orientation means that a company does not differentiate between domestic and foreign market and applied same technology in foreign market which are applied in domestic market. അതായത് എത്നോസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഡൊമസ്റ്റിക് മാർക്കറ്റിനെയും ഫോറിൻ മാർക്കറ്റിനെയും തമ്മിൽ വേർതിരിക്കുന്നില്ല. ഫോറിൻ മാർക്കറ്റിലെ സെയിം ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവ ഡൊമസ്റ്റിക് മാർക്കറ്റിലും യൂസ് ചെയ്യുന്നുണ്ട്. Polycentric orientation. Polycentric orientation is a mindset that each country is unique in both its culture and business practices. അതായത് പോളിസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യവും അതിൻ്റെ കൾച്ചറും ബിസിനസ് പ്രാക്ടീസസും യുണീക്ക് ആണെന്ന മാനദണ്ഡമാണ് പോളിസെൻട്രിക് ഓറിയൻറ്റേഷൻ. Regiocentric orientation. Regiocentric orientation is an approach adopted by a firm. Regiocentric orientation എന്ന് പറഞ്ഞാൽ ഒരു അപ്രോച്ചസ് ആണ്, ഫേംസ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചസ് ആണ്. വേർ ഇറ്റ്സ് അഡോപ്റ്റ്സ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അക്രോസ് ദി ഗ്രൂപ്പ് ഓഫ് കൺട്രീസ്. ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ് അവിടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുന്നത്. which has been grouped on the basis of their marketing characteristics. അത് മാർക്കറ്റിൻ്റെ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ അതിനെ തരംതിരിച്ചിരിക്കുന്നുണ്ട്. Geocentric orientation. Geocentric orientation is a management orientation based upon the assumption that there is a similarity and difference in the world that can be understood and recognized in the integrated world strategy. അതായത് ജിയോസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് വേൾഡ് സ്ട്രാറ്റജി മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയുന്ന ലോകത്ത് സിമിലാരിറ്റീസും ഡിഫറൻസും ഉണ്ടെന്ന അനുമാനത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ജിയോസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. മൾട്ടിനാഷണൽ കമ്പനി, അതായത് MNCs. എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് മൾട്ടിനാഷണൽ കമ്പനി എന്ന്. നമ്മൾ കഴിഞ്ഞ സമ്മിൽ പഠിച്ചതാണ് എന്താണ് മൾട്ടിനാഷണൽ കമ്പനി എന്ന്. ഈ സമ്മിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. എ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഓൺസ് ആൻഡ് മാനേജ് ബിസിനസ് ഇൻ 2 or more countries. 2 or more countries ബിസിനസ് മാനേജ് ചെയ്യുന്നതിന് ഓൺ ചെയ്യുന്നതിനെയാണ് മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. ബിസിനസ് ഓപ്പറേഷൻ മോർ ദാൻ 1 country. Features of MNCs. And the first one is a location. MNC have their headquarters in home country and their operation in host country. MNCൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹോം കൺട്രിയിലും അതിൻ്റെ ഓപ്പറേഷൻസ് ഹോസ്റ്റ് കൺട്രിയിലും ആയിരിക്കും. ഹ്യൂജ് അസറ്റ്സ് ആൻഡ് ടേൺ ഓവർ.
MNC have huge physical and financial assets. This results in huge turnover. MNCക്ക് ഹ്യൂജ് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അസറ്റ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ടേൺ ഓവർ ആണ്. യൂണിറ്റി ഓഫ് കൺട്രോൾ. MNC are characterized by unity of control. Advanced technology. MNC invest huge amounts of money on research and developments of latest technologies. MNC ഹ്യൂജ് എമൗണ്ട് റിസർച്ചിലേക്കും ലേറ്റസ്റ്റ് ടെക്നോളജീൻ്റെ ഡെവലപ്മെൻറ്റിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അഗ്രസീവ് മാർക്കറ്റിംഗ്. MNCs can spend a lot of their money on marketing, advertising and promotional activities. മാർക്കറ്റിങ്ങിലേക്കും അഡ്വർടൈസിങ്ങിലേക്കും പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലേക്കൊക്കെ MNC അവരുടെ പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. Organization structure of MNCs. Multinational enterprises cannot implement their strategy without an effective structure. ഒരു എഫക്റ്റീവ് സ്ട്രക്ചർ ഇല്ലെങ്കിൽ മൾട്ടിനാഷണൽ എൻ്റർപ്രൈസസിന് അവരുടെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയില്ല. The most common organization structure are global product structure, global area structure, global functional structure, mixed structure, metric structure and transaction network structure. Global product structure. In global product structure, the activities of the MNCs are organized around the specific products or product group. അതായത് ഗ്ലോബൽ പ്രൊഡക്റ്റ് സ്ട്രക്ചറിലെ MNCസിൻ്റെ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് പ്രൊഡക്ട്സിലോ പ്രൊഡക്റ്റ് ഗ്രൂപ്പിലോ ആയിരിക്കും. Global area structure. In a global area structure, the activities of the MNCs are organized around the specific areas. An area may be a country or group of countries. അതായത് ഗ്ലോബൽ ഏരിയ സ്ട്രക്ചറിലെ MNCസിൻ്റെ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഏരിയാസിലായിരിക്കും. ഈ ഏരിയ ചിലപ്പോൾ ഒരു കൺട്രീസ് ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രി ആവാം. Global area structure also known as global graphic structure, regional structure. ഈ global area structureനെ global graphic structure എന്നും regional structure എന്നും അറിയപ്പെടുന്നുണ്ട്. Global functional structure. In a global functional structure, the activities of the MNCs are organized around the specific functions of production, marketing, finance, etc. അതായത് ഗ്ലോബൽ പ്രൊഡക്ഷൻ സ്ട്രക്ചറിലെ MNCസിൻ്റെ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ്റെ ഒരു സ്പെസിഫിക് ഫങ്ഷനിലും മാർക്കറ്റിങ്ങിലും ഫിനാൻസിലും ആയിരിക്കും. Mixed structure. And mixed organization structure in which skilled employees often work in more than one department or on different assignment across the department. അതായത് മിക്സ്ഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ സ്കിൽഡ് എംപ്ലോയീസ് ഒന്നിലധികം ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിഫറെൻറ്റ് അസൈൻമെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. Structure. Metric structure are an overlaying of two or more elementary structure. The elementary structure available to MNCs include worldwide functional divisions, international divisions, worldwide product divisions. അതായത് ഈ മെട്രിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ എലമെൻ്ററി സ്ട്രക്ചറിനെ ഓവർലൈൻ ചെയ്യുന്നതാണ്. വേൾഡ് വൈഡ് ഫങ്ഷണൽ ഡിവിഷൻസും ഇൻ്റർനാഷണൽ ഡിവിഷൻസും വേൾഡ് വൈഡ് പ്രൊഡക്റ്റ് ഡിവിഷൻസ് എന്നിവ MNCക്ക് അവൈലബിൾ ആയിട്ടുള്ള എലമെൻ്ററി സ്ട്രക്ചറുകളാണ്. Transnational network structure. One of the newest form of international organization arrangement to merge is the transnational network structure. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ന്യൂയസ്റ്റ് ഫോമാണ് ട്രാൻസ്നാഷണൽ നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദിസ് സ്ട്രക്ചർ ഡിസൈൻ കമ്പൈൻസ് എലമെൻറ്റ്സ് ഓഫ് ഫങ്ഷണൽ പ്രൊഡക്ട്സ് ആൻഡ് ജിയോഗ്രഫിക്കൽ ഡിസൈൻസ്. ഈ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തത് ഫങ്ഷണൽ പ്രൊഡക്റ്റ് ജിയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ്. While relying on a network arrangement to link the various worldwide subsidiaries. വേൾഡ് വൈഡിലുള്ള വാരിയസ് സബ്സിഡിയറി സ്ഥാപനങ്ങളെ ബന്ധിപ്പിക്കാനുള്ള ഒരു നെറ്റ്വർക്ക് ക്രമീകരണം ഇത് ആശ്രയിച്ചിരിക്കുന്നു. Factors contributed for the growth of MNCs. MNCസിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റ് എക്സ്പാൻഷൻ, മാർക്കറ്റിംഗ് സുപ്പീരിയറിറ്റീസ്, ഫിനാൻഷ്യൽ സുപ്പീരിയറിറ്റീസ്, technological superiorities, strategic FDI, product innovations, protecting secrecy, product life cycle hypothesis, Harvard tariff and quotas.
സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഞാൻ എടുത്തത് എന്താ ഇൻ്റർനാഷണലൈസേഷന്, അതിനൊരു 5 സ്റ്റേജസ് പറഞ്ഞു, പിന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, പിന്നെ ഇൻ്റർനാഷണൽ ഓറിയൻറ്റേഷൻ അതിലൊരു 4 പോയിൻറ്റ്സ് ആണ് പറഞ്ഞത്, പിന്നെ എം എൻ സിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് എം എൻ സിസ്, പിന്നെ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടർ ഫോർ ദ ഗ്രോത്ത് ഓഫ് എം എൻ സിസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഞാൻ